ജയശ്രീ കേരള കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിന്റെ കൂടെ കൂട്ടാവുന്ന പഴുത്ത മാങ്ങാ പുളിശ്ശേരിയാണ്. മധുരവും എരിവും പുളിയും ചേർന്ന ഈ മാമ്പഴ പുളിശ്ശേരി കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 3 നന്നായി പഴുത്ത മാങ്ങ, 1/4 കിലോ വെള്ളരിക്ക, വലിയ 1 കപ്പ് തൈര്, പിന്നെ 1 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ ജീരകവും. കുക്കറിലേക്ക് മാമ്പഴവും വെള്ളരിക്കയും ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ഇവിടെ വേവട്ടെ. അതിനിടയിൽ നമുക്ക് മിക്സിയിൽ തേങ്ങയും ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതാ നമ്മുടെ മാമ്പഴവും വെള്ളരിക്കയും പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത കറി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്നു വെച്ച് തിളപ്പിക്കാം. ഇതാ നമ്മുടെ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് നമുക്കിനി കടുക് വറുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കറിക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. മാമ്പഴവും വെള്ളരിക്കയും തൈരും ചേർന്ന മാമ്പഴ പുളിശ്ശേരി ഇവിടെ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. ഊണിൻ്റെ കൂടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയുമല്ലോ.